ഹലോ, ഹാപ്പി സൺഡേ. ഇറ്റ്സ് മീ അഞ്ജുഷ. ഇന്നൊരു സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ നേരെ സ്റ്റെയറിൻ്റെ മുകളിലോട്ടാണ് കയറി പോകുന്നത്. അവിടെ ഒരു സംഭവം കാണിച്ചു തരാം. രണ്ടടേ റംബുട്ടാനൊക്കെ പഴുത്തു തുടങ്ങി കേട്ടോ. ചിലതൊക്കെ പഴുത്തു തുടങ്ങിയുള്ളൂ, ബാക്കിയെല്ലാം പഴുക്കാറായി വരുന്നതേ ഉള്ളൂ. ഒന്നും കിട്ടത്തില്ല, എല്ലാം പാവലും കാക്കയും അണ്ണാനും എല്ലാം വന്ന് കഴിച്ചുകൊണ്ട് പോവുകയാണേ. ജസ്റ്റ് ഈ മൂട്ടിൽ നമുക്ക് കയ്യെത്തി പറിക്കാവുന്നിടത്ത് നിൽക്കുന്നത് മാത്രമേ നമ്മുടെ കയ്യിൽ നിൽക്കൂ. ഇതിൽ വേണ്ട ഇതൊരു കൊലയാ, അതിൽ 3 പഴുത്തിട്ടുണ്ട്, ബാക്കി പച്ചയാണ്. ഒത്തിരി നിൽപ്പുണ്ട്, പക്ഷേ എത്തത്തില്ല. തോട്ടി വെച്ച് അങ്ങനെ അടത്തിയിടാനേ പറ്റത്തുള്ളൂ. ഞാൻ അടത്തിയെടുത്തു. അത് ഒരു കൈ കൊണ്ട് പൊട്ടിക്കാൻ പറ്റത്തില്ല, കടിച്ചാണ് ഞാൻ പൊട്ടിക്കുന്നത് കേട്ടോ. അതിൻ്റെ തോട് കടിച്ചാൽ കളയുന്നത്. പക്ഷേ ഈ റംബുട്ടാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സീഡിൽ നിന്ന് നന്നായിട്ട് അതിൻ്റെ ഫ്ലഷ് ഇളകി വരും കേട്ടോ. വേറൊരെണ്ണം ഉണ്ട് ഞങ്ങളിവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മരം. പക്ഷേ അതാണെങ്കിൽ അതിൻ്റെ സീഡിൽ നിന്ന് ഇളകി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഫ്ലഷ് അതിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കും. അത് കഴിക്കുമ്പോഴത്തേനും നമുക്ക് ദേഷ്യം വരും. പക്ഷേ ഇത് നല്ല കേട്ടോ. പുളിയുണ്ട്, പക്ഷേ ആ സീഡിൽ നിന്ന് ഇളകി വരാത്തത് നല്ല മധുരമാണ്. ഇതിന് ഇച്ചിരി പുളിയും ഉണ്ട്, മധുരമുണ്ട്. പക്ഷേ ഇത് നല്ല ഫ്ലഷ്. ഇത് കണ്ടോ, അതിൻ്റെ കുരു നമുക്കകത്ത് കാണാം. ഒത്തിരി നിൽപ്പുണ്ട്, ഒന്നും കിട്ടത്തില്ല. മുഴുവനും പഴുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നിലത്ത് മെത്ത പോലെ ഇങ്ങനെ കിടക്കും. ഇതിന് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന അടുത്ത റംബുട്ടാൻ്റെ അടുത്തോട്ട് പോകാം കേട്ടോ. ഇത് ആ മരം തന്നെ, ഞാൻ ഇപ്പോൾ കാണിച്ചത് അത് ആ മരം തന്നെ. പിന്നെയും കാണിക്കുന്നതേ ഉള്ളൂ. മണ്ടയ്ക്ക് മേലോട്ട് ഒത്തിരിയും പഴുത്ത് നിൽപ്പുണ്ട്. പക്ഷേ അതിൻ്റെ പകുതിയൊക്കെ കാക്ക കൊത്തിയും അണ്ണാൻ കടിച്ചും വാവൽ തിന്നൊക്കെ പോയേക്കുക. പഴുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. അതിനിടയ്ക്കൊരു പാഷൻ ഫ്രൂട്ട് പതുങ്ങി കിടപ്പുണ്ട് കേട്ടോ. പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയും നന്നായിട്ട് ചുറ്റി കിടപ്പുണ്ട് ഈ റംബുട്ടാനിൽ. നിറയെ കായുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. വലയിടാമെന്ന് വിചാരിച്ചു, പക്ഷേ വലയിടത്തക്ക രീതിയിൽ അധികമായിട്ടില്ല. വലയിടണമെങ്കിൽ ഒത്തിരി വേണമല്ലോ, അത്രയ്ക്കൊന്നും ഇല്ല. എന്തായാലും നമുക്ക് മാത്രം കഴിച്ചാൽ പോരല്ലോ, പക്ഷികൾക്കും മൃഗങ്ങൾക്ക് കഴിക്കണ്ടേ. അതുകൊണ്ട് പിന്നെ വലയിട്ടില്ല. ഇതാണ് മുറ്റത്ത് നിൽക്കുന്നത്. ഇതിൻ്റെ ഫ്ലഷിൽ നിന്ന് ഇതിൻ്റെ സീഡിൽ നിന്ന് ഇളകി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ റംബുട്ടാനാണ്, പക്ഷേ ഭയങ്കര മധുരം കേട്ടോ. ഇത് 2 കളറുണ്ട്, റെഡും ഉണ്ട് യെല്ലോയും ഉണ്ട്. പഴുത്ത് കഴിയുമ്പോൾ 2 കളറായിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് ഞങ്ങളുടെ ജസ്റ്റ് മുറ്റം കാണിക്കാം. മുറ്റത്ത് തന്നെ ആ ചാമ്പയുടെ തൊട്ടടുത്ത് തന്നെ